നമസ്കാരം. ക്രിസ്ത്യൻ പ്രീ സ്കൂൾ മാനേജ്മെൻറ്റ് സെക്കൻഡ് ഇയർ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ തേർഡ് മോഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫോർത്ത് മോഡ്യൂളാണ്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ പ്ലാനിംഗ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ക്രഷ് ഓർ പ്രീ സ്കൂൾസ് ആൻഡ് മോണ്ടിസോറി സ്കൂൾസ് എന്ന ടോപ്പിക്കാണ്. അതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് എക്സ്പ്ലെയിൻ ദ മീനിങ്, റോൾ ആൻഡ് സ്റ്റെപ്സ് ഇൻ മാനേജ്മെൻ്റ് ആണ്. എന്താണ് മാനേജ്മെൻറ്റ് എന്നൊക്കെ നിങ്ങൾ EDയിൽ ഇതിനോടകം തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് മാനേജ്മെൻറ്റ്? എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ഓർക്കാൻ ശ്രമിച്ച് നോക്കിക്കേ. എന്താണ് മാനേജ്മെൻറ്റ്? ഓക്കെ, എല്ലാ ബിസിനസ്സിലെയും ചലനാത്മകമായ ലൈഫ് ഗിവിങ് എലമെൻ്റാണ് മാനേജ്മെൻറ്റ്, അല്ലേ? മാനേജ്മെൻറ്റിൻ്റെ അഭാവത്തിൽ വിഭവങ്ങളായി തന്നെ നിലനിൽക്കുകയും ഒരിക്കലും ഉൽപ്പാദനമോ സേവനമോ ആയി മാറുകയും ചെയ്യുന്നില്ല. ഒരു ബിസിനസ്സിലെ റിസോഴ്സുകളായ മെൻ, മണി, മെറ്റീരിയൽസ്, മെഷീനറി തുടങ്ങിയ എല്ലാ വിഭവങ്ങളുമുള്ള ഒരു ബിസിനസ്സിന് ഉപഭോക്താക്കളെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ഉപഭോക്താക്കളെ തൃപ്തിപ്പെടുത്താനും കഴിയില്ല. എന്താണ് ഈ മാനേജ്മെൻറ്റ്? ചുരുക്കി പറഞ്ഞാൽ പൊതു ലക്ഷ്യങ്ങൾ നേടുന്നതിനു വേണ്ടി ആളുകളെ ഒത്തൊരുമിപ്പിച്ച് കാര്യക്ഷമമായി ജോലി ചെയ്യുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് മാനേജ്മെൻറ്റ്, അല്ലേ? കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് മാനേജ്മെൻ്റ് എന്ന് പറയാം. ഗ്രൂപ്പിൻ്റെ ലക്ഷ്യങ്ങൾ തിരിച്ചറിയാനും അവ നേടുന്നതിന് വേണ്ടി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനും മാനേജ്മെൻറ്റ് ആവശ്യമാണ്. മറ്റുള്ളവരെ കൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കുന്ന കലയാണ് മാനേജ്മെൻ്റ് എന്ന് നമുക്ക് പറയാം. എന്തൊക്കെയാണ് മാനേജ്മെൻറ്റിൻ്റെ സ്റ്റെപ്സ്? 1. പ്ലാനിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. 2. ഓർഗനൈസിങ്. 3. ലീഡിങ്. 4. കൺട്രോളിങ്. ഇതിൽ ഫസ്റ്റ് പോയിൻ്റായ പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ആസൂത്രണം അഥവാ പ്ലാനിങ്. അതിൽ പദ്ധതികളുടെ നിർമ്മാണവും പരിപാലനവും ഉൾപ്പെടുന്നു. പ്ലാനിംഗ് എന്നത് ലക്ഷ്യങ്ങൾ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതും അവയിലെത്താൻ ഒരു കൂട്ടം ബദലുകളിൽ നിന്ന് ഭാവിയിലെ പ്രവർത്തനഗതി നിർണ്ണയിക്കുന്നതുമാണ്. ഭാവിയിൽ എന്ത് ചെയ്യണം എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്ന പ്രക്രിയയാണ് പ്ലാനിംഗ്. നേടേണ്ട ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കാനും അവ നേടുന്നതിനുള്ള മാർഗം നിശ്ചയിക്കാനും ആസൂത്രണം അഥവാ പ്ലാനിംഗ് സഹായിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് ഓർഗനൈസിംഗ് ആണ്. ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങൾ കണ്ടെത്തി അവയെ ഗ്രൂപ്പുകളാക്കുകയും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ഓർഗനൈസിംഗ്. സ്ഥാപനത്തിൽ വിവിധ പദവികൾ നിർമ്മിക്കുകയും ആളുകൾ തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നു. ലക്ഷ്യം നേടുന്നതിന് വേണ്ടി തൊഴിലാളികളെയും മറ്റു വിഭവങ്ങളെയും ഒത്തൊരുമിപ്പിക്കുന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ പോയിൻ്റായ ലീഡിങ് നോക്കാം. ലീഡിങ്ങിൽ മോട്ടിവേറ്റിംഗ് എംപ്ലോയീസ്, ഇൻഫ്ലുവൻസിങ് എംപ്ലോയീസ്, ഫോമിംഗ് എഫക്റ്റീവ് ഗ്രൂപ്പ്സ് എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ് ലീഡിങ്. ലീഡിങ്ങിൽ നിരവധി വ്യത്യസ്ത പ്രക്രിയകളും പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നു. ഫങ്ഷൻസ് ഓഫ് ഡയറക്ഷൻ, മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ,
കോർഡിനേഷൻ എന്നിവയെല്ലാം ലീഡിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായി കണക്കാക്കപ്പെടുന്നു. ഇനി നമുക്ക് കൺട്രോളിംഗ് എന്താണെന്ന് നോക്കാം. മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് ആക്ടിവിറ്റീസ്, അതാണ് കൺട്രോളിംഗ്. ആസൂത്രണം ചെയ്ത രീതിയിൽ തന്നെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്ന ധർമ്മമാണ് കൺട്രോളിംഗ്. കൺട്രോളിങ്ങിൽ നിലവാര നിർണ്ണയം, യഥാർത്ഥ പ്രകടനം വിലയിരുത്തുക, യഥാർത്ഥ പ്രകടനവും നിലവാരവും തമ്മിൽ താരതമ്യം ചെയ്ത് വ്യതിയാനങ്ങൾ കണ്ടെത്തുക, തിരുത്തൽ നടപടികൾ സ്വീകരിക്കുക, ഇവയൊക്കെ കൺട്രോളിങ്ങിൽ ഉൾപ്പെടുന്ന പ്രക്രിയകളാണ്. ഇന്നത്തെ അസൈൻമെൻറ്റ് എന്താണെന്ന് പറയാം. അസൈൻമെൻറ്റ് ഇതാണ്. ഡ്രോ എ ഫ്ലോ ചാർട്ട് ഷോയിങ് ദ സ്റ്റെപ്സ് ഇൻ മാനേജ്മെൻറ്റ്. ഇതാണ് ഇന്നത്തെ അസൈൻമെൻറ്റ്. അതുപോലെ തന്നെ ഇന്ന് പഠിപ്പിച്ച ഭാഗങ്ങളിലെ നോട്ട്സ് തരുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധയോടെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക.